മൂന്നാറിലെത്തിയിരിക്കുകയാണ്. മൂന്നാറിൽ ഡ്രീം ക്യാച്ചർ റിസോർട്ടിലാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഡ്രീം ക്യാച്ചറിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മൾ കണ്ട് അങ്ങോട്ട് കയറുകയാണ്. എൻട്രൻസ് ആണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാർ പ്രോപ്പർ മൂന്നാർ അല്ല ഇത്. മൂന്നാറിൽ നിന്ന് ഒരു 22 കിലോമീറ്റർ മാറി കുഞ്ചിത്തണ്ണി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ റിസോർട്ട്. ഇതൊരു പ്ലാന്റേഷൻ റിസോർട്ടാണ്. നമ്മൾ റിസോർട്ടിലെത്തിയൊക്കെയാണ്. നമുക്ക് ഫസ്റ്റ് പോയി ഒന്ന് ചെക്ക് ഇൻ ചെയ്യാം. നമ്മൾ റിസോർട്ടിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ, എല്ലാ ഇവിടെ ടെമ്പറേച്ചർ ചെക്കിംഗ് ഉണ്ട്, സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്, വണ്ടി സാനിറ്റൈസ് ചെയ്തു, ബാഗേജ് സാനിറ്റൈസ് ചെയ്തു. അപ്പോൾ എല്ലാ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ റിസോർട്ടെല്ലാം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കേരളത്തിൽ ഗസ്റ്റുകളെ വെൽക്കം ചെയ്യാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞു. നമുക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് ബാക്കി റിസോർട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡ്രീം ക്യാച്ചർ മൂന്നാറിലാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഒരു മാനേജിങ് പാർട്ണർ മോൻസൻ ചേട്ടൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ മോൻസൻ ചേട്ടനോട് തന്നെ നേരിട്ട് ചോദിക്കാം. അപ്പോൾ മോൻസൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്നാ ഞങ്ങൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ വന്നത്. അപ്പം നമ്മൾ മൊത്തം ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ ആംബിയൻസ് ഇഷ്ടപ്പെട്ടു. കയറി വന്നപ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഇതിൻ്റെ ആംബിയൻസ് ഇഷ്ടപ്പെട്ടു. അപ്പം ബാക്കി ഇതിൻ്റെ കാര്യങ്ങളൊന്ന് നിങ്ങൾ ഇപ്പോൾ പറയണോ അതോ വെക്കേറ്റ് പറയണോ? ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതെ. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങൾക്ക് ഓക്കെ എന്ന് പറഞ്ഞു. ബാക്കി ഇനിയിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് ഒരു 27 ഏക്കർ ലാൻഡ് ഏരിയ ഉള്ള ഒരു പ്ലാന്റേഷൻ റിസോർട്ടാണ്. 27 ഏക്കർ. അതെ. അപ്പോൾ മൂന്നാറിൽ 22 കിലോമീറ്റർ ദൂരമുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞാണ് സെല് ചെയ്യുന്നത്. അല്ലാണ്ട് മൂന്നാറിന് പറഞ്ഞല്ല സെല് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് നല്ല ട്രീ ഹൗസുകളുണ്ട്, കോട്ടേജുകളുണ്ട്, റൂംസ് ഉണ്ട്, സ്വിമ്മിംഗ് പൂള്, വാച്ച് ടവർ, ഹാങ്ങിങ് ബ്രിഡ്ജ്, നല്ല ടീ പ്ലാന്റേഷൻസ് ഉണ്ട്. ടീ പ്ലാന്റേഷൻ മൂന്നാറിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്ലാന്റേഷനും നമുക്ക് അങ്ങനെ അത്ര ഫ്രീഡത്തോടുകൂടി എൻട്രി ചെയ്ത് നമുക്ക് കുറച്ച് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടിയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഏരിയയിൽ നിങ്ങളൊന്നല്ല ഏകദേശം കസ്റ്റമേഴ്സിനാണെങ്കിലും ഗസ്റ്റ് ആണെങ്കിലും ഹൺമൂണേഴ്സ് ആണെങ്കിലും ആർക്കാണെങ്കിലും അവർക്ക് ഈ പ്രോപ്പർട്ടി എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് ഇതിനകത്തുണ്ട്. പിന്നെ 2 കിലോമീറ്ററിലധികമുള്ള വാക്ക് വേ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ആൾക്കാർ ഇവിടെ വരുന്നൊരു നല്ല ശതമാനം ഒന്ന് റിലാക്സ് ചെയ്യാൻ വരുന്നതാണ്. സിറ്റി ലൈഫിൻ്റെ ആ ക്രൗഡും കോവിഡ് ലൈഫിൻ്റെ ആ ഫ്രസ്ട്രേഷനും എല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആൾക്കാർ വരുന്നുണ്ട്. മോസ്റ്റ് പ്രോബ്ലി ഈ മാസം കഴിഞ്ഞാൽ അല്പം റഷ് കയറുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പിന്നെ അതിൽ കൂടുതലായിട്ട് ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പം നമ്മൾ മൂന്നാറിൽ നിന്ന് 22 കിലോമീറ്റർ മാറി എന്നാണോ? തീർച്ചയായും എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകളും മൂന്നാറല്ലേ പ്രിഫർ ചെയ്യുന്നത്. മൂന്നാർ അതായത് ഇപ്പം ചെക്കിങ് സമയത്ത് മലയാളീസ് അല്ല, മലയാളീസ് ഉദ്ദേശിച്ചത് ഇപ്പം നോർത്ത് ഇന്ത്യൻ ഗസ്റ്റാണ്. എനിക്കത് വരുമ്പം ഇത് ഒത്തിരി ദൂരെയാണ്, ഫാറാണ് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമ്മൾ പറയും അവരോട് ഞങ്ങൾക്ക് ഇപ്പോൾ ടൗണിലേക്ക് പോകണം അങ്ങനെയാണ്. അപ്പോൾ അന്നത്തെ ദിവസം എങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറയും. നാളെ അത് സൈറ്റ് സീൻ പോകുമ്പോൾ സാർ മൂന്നാറിൽ എക്സ്പ്ലോർ ചെയ്യും. എന്നിട്ട് നമുക്ക് കഴിഞ്ഞിട്ട് നല്ലൊരു ശതമാനം ആൾക്കാർ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തില്ല, ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിറ്റി ലൈഫ് വേണ്ടവർക്ക് ഒരിക്കലും നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടി സജസ്റ്റ് ചെയ്യുന്നില്ല. അല്ല, കുറച്ച് മാറി കുറച്ച് മോഡായിട്ട് നല്ല റിലാക്സ് ചെയ്യണം, പ്രോപ്പർട്ടിക്കകത്ത് തന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, നല്ല ഫ്രഷ് എയർ വേണം, അങ്ങനെ തോന്നുന്നവർക്ക് കൂടി ഉണ്ട്. ടൗൺ എന്ന് പറയുമ്പോൾ എപ്പോഴും ക്രൗഡാണ്. ബോംബെയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഇവിടുത്തെ ക്രൗഡിനകത്ത് തന്നെ താമസിക്കേണ്ട ആവശ്യമില്ല. അപ്പം അത് ആറ്റിറ്റ്യൂഡാണ് ഓരോരുത്തരുടെ നേച്ചറിൻ്റെയാണ്. കുറേ പേര് അത് പ്രിഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇപ്പം ഇത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പബ്ലിഷ്ഡാണ്. ഇത് ദൂരത്താണെന്നും ഇത് ഇങ്ങനെ ഒരു പ്ലാന്റേഷൻ റിസോർട്ടാണെന്നും അതുപോലെ ഈ യാത്രകൾ ചിലപ്പോൾ ഇപ്പം റെയിനി സീസൺ കഴിഞ്ഞ് കിടക്കുകയാണ്, റോഡ് കുറച്ച് മോശമാണ്. എന്നാൽ റോഡിനുള്ള വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. മാർച്ചോടുകൂടി തീരുമാനിക്കും. നമ്മുടെ നാട്ടിലെ രീതിയാകുമ്പോൾ തന്നെ മാർച്ചോടുകൂടി തീരുമാനിക്കും. എന്നാലും
ഞങ്ങൾ ഇവിടെ വരുന്നത് ആൾക്കാരുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് അത്യാവശ്യം വേണ്ട എല്ലാ സർവീസും കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് നമ്മുടെ മെയിൻ ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുന്ന ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ? ഗസ്റ്റിന് ഇൻഹൗസ് ആക്ടിവിറ്റി ഉണ്ട്. അത് വരാത്തവർക്ക് വേണമെങ്കിൽ അല്ലാതെ ചെയ്യുന്നുണ്ട്. ഇൻഹൗസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ തന്നെ ഒരു 2 കിലോമീറ്റർ വാക്ക് വേ ഉണ്ട്. അവർക്ക് തന്നെ വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. അല്ല ഇനി ഒരാൾ കൂടെ വേണമെങ്കിൽ ഗൈഡ് ചെയ്യും. പിന്നെ നല്ല 2 കോഴ്സ് ഉണ്ട്. അതിൽ അവർക്ക് സെൽഫ് റൈഡ് കൊടുക്കാറില്ല. കാരണം നമുക്കറിയത്തില്ല, അവർക്കറിയാവില്ലെന്ന് അറിയില്ല. ഒരാൾ കയറ്റേക്ക് കൂടെ ഉണ്ടാവും. പിന്നെ നല്ലൊരു വണ്ടിയുണ്ട്, പൊളാരിസ് എന്നൊരു ബോർഡർ വെഹിക്കിളുണ്ട്. അതിൽ റൈഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഞങ്ങൾ ക്യാമ്പ് ഫയർ കൊടുക്കുന്നുണ്ട്. പൂളിപ്പം കൊടുക്കാൻ പറ്റുന്നില്ല, പൂള് കൊടുക്കാൻ പാടില്ല. അതുപോലെ ആയുർവേദിക് മസാജുകളൊന്നും പറ്റുന്നില്ല. ബാക്കിയുണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള ഒരു സൺറൈസോ അല്ലെങ്കിൽ സൺസെറ്റോ അല്ലെങ്കിൽ ആ സമയമൊക്കെ നല്ല ഫീലാണ്. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പുള്ള സ്ഥലം തന്നെയാണ്. അത് നിങ്ങൾ നാളെ എടുക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് ടീ പ്ലാന്റേഷൻ കാണാൻ മനസ്സിലാവും. ടീ നന്നായിട്ട് ഗ്രോ ചെയ്യണമെങ്കിൽ നല്ല ടെമ്പറേച്ചറും നല്ല ക്ലൈമറ്റും ആയിരിക്കും. അനുകൂലമായ കാലാവസ്ഥയും ആവശ്യത്തിന് മഴയും വെള്ളവും ഉണ്ടെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ ലീഫ് എടുക്കാം. 15 ദിവസം ഇടയ്ക്ക്. അതേസമയം വെള്ളത്തിൻ്റെ ആരോഗ്യമുണ്ട്, ക്ലൈമറ്റ് നല്ലതല്ല എങ്കിൽ അത് 30 ദിവസം ഒന്നും എടുക്കാൻ പറ്റുള്ളൂ. എന്നാലും നല്ല ലീഫ് അത്ര നല്ലതായിരിക്കില്ല. ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുമ്പോഴേ നല്ല ലീഫ് കിട്ടത്തുള്ളൂ, നല്ല ഗ്രീനായിട്ടുള്ളൂ. സ്ലോ ഗ്രോത്ത് ആകുമ്പോൾ കുറേ മുത്ത് കഴിഞ്ഞതിന് ശേഷം എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നേക്കാൾ നല്ലത് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ലീഫ് തന്നെയാണ്. അപ്പം കേട്ടല്ലോ ഏകദേശം എന്തൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്, നമുക്ക് എന്തൊക്കെയാണ് ഫെസിലിറ്റി എന്നുള്ളതെല്ലാം കേട്ടല്ലോ അല്ലേ? അപ്പോൾ നാളെ നമുക്ക് ഇവിടുത്തെ മൊത്ത വിശേഷങ്ങളും കാണാം. എല്ലാവരും അപ്പോൾ കാത്തിരുന്നോളൂ. അടിപൊളി വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഷിജോയ്ക്കും ക്രൂവിനും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. നമ്മുടെ താഴോട്ടുള്ള നമ്മൾ കോട്ടേജിൻ്റെ അവിടോട്ടുള്ള വഴിയും തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടാണ് ഈ വഴി പോയേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നല്ല അടിപൊളി ഓറഞ്ച് മരങ്ങളും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ റിസോർട്ടിൻ്റെ വലിയൊരു പ്രത്യേകതകൾ തന്നെയാണ്. തേയിലത്തോട്ടത്തിൻ്റെ ഓറഞ്ച് മരങ്ങളുടെ നടുവിലെന്നൊക്കെ പറയത്തില്ല നമ്മൾ, അതുപോലെയാണ്. പക്ഷെ ഇപ്പോൾ ഓറഞ്ചൊന്നും ഇല്ല, എല്ലാം അത് പറിച്ചെടുത്തുകൊണ്ട് പോയി. വിളവെടുപ്പ് കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത ട്രിപ്പ് ആവണം. ഇവിടെ ആയിട്ടായിരുന്നു നമ്മുടെ കോട്ടേജ്. നമ്മുടെ കോട്ടേജിൻ്റെ വെളിയിൽ നിന്നുള്ള വ്യൂ ആണിപ്പോൾ. വെളിയിലത്തെ വ്യൂ ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ കോട്ടേജ്. നമ്മുടെ കോട്ടേജിലേക്കുള്ള വഴിയാണിത്. അപ്പം നമ്മുടെ കോട്ടേജിലേക്കുള്ള വഴിയായത്. നമ്മൾ കോട്ടേജിലേക്കൊന്ന് പോവാം. അപ്പോൾ നമുക്ക് കോട്ടേജിൽ പോയിട്ട് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ മറ്റ് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. മൊത്തം ഒന്ന് ചുറ്റിയടിച്ച് കണ്ടിട്ട് വരാം. നമ്മുടെ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള വഴിയാണിത്. ജസ്റ്റ് കോട്ടേജിനകത്തെല്ലാം ഒന്ന് പോയി ബാഗെല്ലാം വെച്ചിട്ട് ചുമ്മാ ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ. നല്ല കാഴ്ചകളുണ്ട്. അത്യാവശ്യം തേയിലത്തോട്ടമാണ്. ഇത് അങ്ങ് നീണ്ടു കിടക്കുകയാണ്. തേയിലത്തോട്ടമാണിത് ഫുള്ള്. ഇതിൻ്റെ നടുക്കാണ് നമ്മുടെ ഈ കോട്ടേജും കാര്യങ്ങളും 1-2 ട്രീ ഹൗസും എല്ലാം ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് പൂളും കാര്യങ്ങളും വാച്ച് ടവറും എല്ലാം ഇവിടെ ബാക്കിലാണ്. അപ്പം നമുക്കിന്ന് നമ്മുടെ ഡ്രീം ക്യാച്ചറിൻ്റെ സുപ്പീരിയർ റൂം ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെയുണ്ട്, അവിടുത്തെ എന്തൊക്കെയാണ് ഫെസിലിറ്റി എന്നെല്ലാം ഒന്ന് കണ്ടു നോക്കാം. വാ. അപ്പോൾ ഇതാണ് നമ്മുടെ സുപ്പീരിയർ റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അത്യാവശ്യം നല്ല ഫർണിഷ്ഡ് ആണ്. പിന്നെ ഇതിൻ്റെ ഈ സുപ്പീരിയർ റൂമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു അടിപൊളി ബാൽക്കണി ഉണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാലുള്ള ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ. സുപ്പീരിയർ റൂമിൻ്റെ ടോയ്ലറ്റാണ്.
നമ്മളിപ്പോൾ ഇനിയിപ്പം നേരെ ട്രീ ഹൗസിലേക്കാണ് പോകുന്നത്. ട്രീ ഹൗസിലേക്കുള്ള വഴിയാണിത്. അല്ല, ഇവിടെ ഫുള്ള് നല്ല ചെടികൾ, പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പൈസസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏലക്കായും അതും ഇതുമെല്ലാം ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പച്ചപ്പാണ് ഫുള്ള്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ട്രീ ഹൗസ് ഒന്ന് കണ്ടേക്കാം. വാ. ഇതാണ് നമ്മുടെ ട്രീ ഹൗസിൻ്റെ ഫ്രണ്ടിലെത്തി. നമുക്കിനി റൂമിനകത്ത് എന്തൊക്കെയാണ് റൂമിലെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാം. വേണോ? ഒരു മരം ഇതിൻ്റെ ഇടയിൽക്കൂടെ, മരത്തിന് യാതൊരു ഒരു കേടും വരുത്താത്ത രീതിയിലാണ് ഇതിൻ്റെ പണി ചെയ്തേക്കുന്നത്. കാരണം അല്ലെങ്കിൽ മരം പെട്ടെന്ന് ഡാമേജ് ആവും മരത്തിലോട്ട് എന്തെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് മരത്തിന് യാതൊരു കേടും വരാത്ത രീതിയിൽ ആ പച്ചപ്പെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവർ ഈ കോട്ടേജുകൾ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല സപ്പോർട്ടും ഉണ്ട്. താഴെ കമ്പിയും കാര്യങ്ങളും എല്ലാം കൊടുത്ത് നല്ല സപ്പോർട്ടും ഉണ്ട്. നമുക്കിതിൻ്റെ ഒന്ന് ബാക്ക് സൈഡ് എല്ലാം ഒന്ന് കണ്ടുവരാം. ഇവിടെ നമുക്ക് വൈകുന്നേരം ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിളും ചെയറും എല്ലാം കിടപ്പുണ്ട്. അത്യാവശ്യം വൈകുന്നേരം നമുക്ക് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ആയിരിക്കും, നല്ല മഞ്ഞും കാര്യങ്ങളും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ ഇവിടുത്തെ ഈ ഒരു ഇവിടുത്തെ ഫുള്ള് ഈ വ്യൂ കണ്ടില്ലേ. നമുക്ക് ട്രീ ഹൗസിനകത്തേക്കൊന്ന് കയറി നോക്കാം. അടിപൊളി ട്രീ ഹൗസ് ആണ്. നമ്മളിപ്പോൾ സുപ്പീരിയർ റൂം പോലെ വലിയ സ്പേഷ്യസ് ഒന്നുമല്ല, കാരണം ട്രീ ഹൗസ് ആയതുകൊണ്ട് അതിന് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ അടിപൊളിയാണ്. ഫുള്ള് ഒരു വുഡൻ ഫിനിഷിങ്ങിലാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു നല്ലൊരു ഫീലാണ്. നല്ലൊരു തണുപ്പുമുണ്ട്. ട്രീ ഹൗസിൻ്റെ വാഷ്റൂമാണ്. ഇതും നമ്മളിപ്പോൾ സുപ്പീരിയർ റൂം പറഞ്ഞ പോലെ തന്നെ അത്ര വലിയ വലുപ്പമില്ല. കാരണം ട്രീ ഹൗസിനകത്ത് ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു പരിധിക്കുള്ള വലുപ്പം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റൂമായിട്ടാണ്. ഒരു ചെറിയൊരു റൂം, ഇപ്പം നമ്മുടെ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു റൂം, ഒരു സിംഗിൾ ബെഡ് കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. വെട്ടക്കുറവുണ്ടാവും കുറച്ച്. ഇതും കുറച്ചുകൂടെ ഒരു ചെറിയ റൂമാണ്. ഇതുമായിട്ട് കണക്റ്റഡ് തന്നെയാണ്. ഒറ്റ റൂമെന്ന് തന്നെ വേണേൽ പറയാം. ഒരു സെപ്പറേറ്റ് ഒരു വോൾ ചെയ്തേക്കുന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്തൊരു സെപ്പറേറ്റ് ഒരു ബെഡും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. ഇവിടെയും ഒരു വാഷ്റൂമും കാര്യങ്ങളും ഇതിനകത്തും ഉണ്ട്. കുറച്ച് ചെറുതാണ് എങ്കിലും ഇതിനകത്തും ഒരു വാഷ്റൂമുണ്ട്. ട്രീ ഹൗസ് ആയതുകൊണ്ട് നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ട്രീ ഹൗസിന് ഒരുപാട് പരിമിതികൾ ഉള്ളത് കൊണ്ട് റൂമൊന്നും ഒരു പരിധിക്കുള്ളിൽ വലിപ്പം പറ്റത്തില്ല. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല വ്യൂ ആണ് ഇവിടുന്ന് കണ്ടില്ല. ഈ ഫുള്ള് ഗ്ലാസ് ആണ്, അതുകൊണ്ട് നല്ല വ്യൂ ആണ് ഇവിടുന്ന്. ഇതിനും ചെറിയൊരു വാഷ്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വലിയ സ്പേഷ്യസ് അല്ല, എന്നാൽ അത്യാവശ്യം ഒരു ഫാമിലിക്ക്, നമ്മൾ പറഞ്ഞ പോലെ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. മറ്റേ റൂം പോലെ അതിൻ്റെ അത്രയും വലുപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. ചെറിയൊരു കോട്ടേജാണ്. ഞാൻ പറഞ്ഞ ഹണിമൂൺ കപ്പിൾസിനൊക്കെ പറ്റിയ ഒരു ചെറിയൊരു കോട്ടേജാണ്. മറ്റേതൊരു ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്ന ഫാമിലിക്ക് പറ്റുന്ന ഒരു ട്രീ ഹൗസ് ആയിരുന്നു മറ്റേത് നമ്മൾ കണ്ടത്. ഇവിടെ നമുക്കൊരു ടേബിളും ഒരു ചെയറും ഒക്കെ ഉണ്ട്. നമുക്ക് 4 മണിക്ക് അത്യാവശ്യം ഒരു ചായയൊക്കെ കുടിച്ച് ചെറിയ തണുപ്പൊക്കെ കൊണ്ട് വേണമെങ്കിൽ ഇരിക്കാം. വൈകുന്നേരങ്ങളിലും വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം. അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെയും പിന്നെ ബാക്കിലോട്ട് നല്ല വ്യൂ ആണ്. ഇത് കുറച്ചുകൂടെ, ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലോ, ഇത് കുറച്ചുകൂടെ ഹൈറ്റിലാണ് ഇതിരിക്കുന്നത്. ഈ ട്രീ ഹൗസ് ഇരിക്കുന്നത് നമ്മൾ മുമ്പേ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റിലായിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് വ്യൂ വരുന്നത്. അവിടെ ആ ഭാഗമാണ് നമ്മുടെ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ്, അതുപോലെ തന്നെ റിസപ്ഷനും കാര്യങ്ങളും. അവിടെയാണ് നമ്മുടെ സുപ്പീരിയർ റൂം എല്ലാം വരുന്നത്. ഇതാണല്ലോ, ഇവിടുന്ന് നല്ല വ്യൂ ആണ്. ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ വന്നേക്കുന്നത്. മറ്റേ ട്രീ ഹൗസ് ഇത്രയും ഹൈറ്റ് ഇല്ല.
ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന കോട്ടേജ്. അത്യാവശ്യം നല്ല ഒരു വുഡൻ ഫിനിഷിംഗ് ഒക്കെ ഉള്ള കണ്ടോ, നല്ലൊരു വുഡൻ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നമുക്കിവിടെ കോഫി ഇടാനും കോഫി മേക്കറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഒരു മെനു കാർഡാണ് തോന്നുന്നു ഇവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു എല്ലാ അത്യാവശ്യം നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യൻ ഡിഷും എല്ലാം ഉണ്ട് ഇവിടെ, എല്ലാ ഫുഡും കിട്ടും. പിന്നെ അത്യാവശ്യം ഇവിടെ ഒരു മിററും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ബെഡ് ഓൾറെഡി ഞാൻ കാണിച്ചിരുന്നു. ഇനി ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇതാണ് ടോയ്ലറ്റിൻ്റെ ഉൾവശവും കാര്യങ്ങളും. നമ്മുടെ തേയിലത്തോട്ടത്തിനകത്തെ ലൈറ്റിങ് കണ്ടോ, നല്ല ഭംഗിയല്ലേ. വെട്ടം കുറവാണ്, അതുകൊണ്ടാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും നല്ല രസമാണ്. അതിൻ്റെ കൂടെ ഇവിടെ നമുക്ക് അവർ ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇരുട്ടായതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റുമോയെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ ചില ലേറ്റായി പോയി എണീക്കാനായിട്ട്. കാരണം ഇന്നലെ ട്രാവലൊക്കെ ചെയ്ത് വന്നതിൻ്റെ ക്ഷീണം കാരണം കിടന്നുറങ്ങിപ്പോയി. നമ്മുടെ കോട്ടേജിൻ്റെ വെളിയിലോട്ടുള്ള വ്യൂ ഇപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ. നമ്മൾ റൂമിൽ നിന്ന് നേരെ ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. നല്ല അടിപൊളി തേയിലത്തോട്ടവും തേയില പറിക്കുന്നത്. രാവിലെ പണികളെല്ലാം വന്നിട്ടുണ്ട്. നല്ല ഇച്ചിരി മഞ്ഞ് കുറവുണ്ട്. ഇന്നലെ നല്ല മഴ, ഇന്നലെ മഴ ഇച്ചിരി കുറവായിരുന്നു. ഇനി അത് നല്ല മഞ്ഞായിരുന്നു. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട്, ഒരു അടിപൊളി ഒരു ട്രീ ഹൗസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കൊളുന്ത് പറിച്ചിട്ട് ഇത് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഇത് എത്ര നാൾ കൂടുമ്പോഴാണ് ഇത് പറിക്കുന്നത്? മാക്സിമം 15. എല്ലാ 15 ദിവസം കൂടുമ്പോഴും പറിക്കില്ല. ഇത് എവിടോട്ടാണ് കൊണ്ടുപോകുന്നത്? ഏത് ഫാക്ടറിയിലോട്ടാ? സൂര്യനെല്ലി ഫാക്ടറിയിലോട്ടല്ലേ? അപ്പോൾ കണ്ടല്ലോ. അപ്പം നമ്മുടെ അടിപൊളി ഇവിടുത്തെ റിസോർട്ടിലെ വേറൊരു അട്രാക്ഷനാണ് ഈ പോളാരിസ് റൈഡ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾ കണ്ടൊരു കിടുക്കൻ റൈഡിന് പോവാണ്. അടിപൊളിയാണ്. ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്, ഒരു പ്രത്യേക മൂഡാണ്. ഇതെന്താണെങ്കിലും എല്ലാവരും വന്നിട്ട് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കണം കേട്ടോ, ഈ ഓഫ് റോഡ് ഈ റൈഡ്. അപ്പോൾ ഇനി അടുത്തത് ഹോഴ്സ് റൈഡാണ്. ഇനി അതുകൂടെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. അപ്പോൾ കൂടെ പോരെ. അപ്പോൾ കണ്ടല്ലോ, അടുത്ത നമ്മുടെ പരിപാടി ഹോഴ്സ് റൈഡാണ്. ഇത് വേറൊരു പൊളി എക്സ്പീരിയൻസ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഞാനൊന്ന് കയറി നോക്കട്ടെ. രണ്ടും കൽപ്പിച്ച് കയറുകയാണ്. ജീവൻ മരണം പോരാട്ടമായപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വാലൊക്കെ ആട്ടുന്നുണ്ട്. കുതിരയ്ക്ക് ഇന്ന് നല്ല മൂഡല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും കേട്ടോ, നല്ല മൂഡിലല്ല. നമ്മൾ
തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ജാക്കുട്ട്. ജാക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ശരിക്കും ഒരു ജർമ്മൻ ബ്രീഡാണ് അല്ലേ? ജർമ്മൻ ബ്രീഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് നല്ല, അത് കണ്ടില്ലേ ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നോർമലി കാണുന്ന കുതിര പോലെ, ഈ ബീച്ചിലോ അവിടെയൊക്കെയുള്ള കുതിര പോലെ അല്ല. ഒന്നുമില്ല, അത് ആഹാരം കഴിക്കാൻ പോയതാണ്. നമ്മളതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അയ്യോ, ഞാൻ വിട്ടേക്കാം. കുതിരയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. നീ ആ സൈഡിൽ കൂടെ വന്നാൽ അത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് കുതിര പെട്ടെന്ന്. അപ്പം ഇതുപോലത്തെ എന്താ, ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ റിസോർട്ടിലുള്ള. ഇച്ചിരി മാറിയിരിക്കുകയാണേ, വേറെ തോന്നല്ലേ, അത് കുതിരയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല, മൂഡ് ശരിയല്ലാത്തതോടെ അത് പറഞ്ഞല്ലോ. അപ്പം ഇതുപോലെ ഒരുപാട് വ്യത്യസ്തങ്ങളായ ആക്ടിവിറ്റീസുകൾ നമ്മുടെ ഈ ഡ്രീം ക്യാച്ചർ റിസോർട്ടിലുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പം ബാക്കി വിശേഷങ്ങൾ താഴെ ചെന്നിട്ട് കാണാം. ഇതാണ് ഇവിടുത്തെ വേറൊരു രസം. രസമെന്നല്ല, വേറൊരു അടിപൊളി സംഭവമാണ്. ഒരു തൂക്കുപാലമുണ്ട്, ചെറിയൊരു തൂക്കുപാലമാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് നേരെ നമ്മുടെ കോട്ടേജുകളിലേക്കൊക്കെ പോകാനുള്ളൊരു തൂക്കുപാലമാണിത്. ശരിക്കും നല്ലൊരു എന്നാ പറയുക, ഒരുപാട് പ്രത്യേകതയുള്ളൊരു റിസോർട്ടാണിത്. പിന്നെ എന്നാ തേയിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, നല്ല രസമാണ്. പിന്നെ മേളിലാണ് നമ്മുടെ പൂള്, അതുപോലെ തന്നെ അവിടെ മേളിൽ ഒരു വാച്ച് ടവറുണ്ട്. കാണാം മേളിൽ വാച്ച് ടവറിൽ നല്ല ക്ലൈമറ്റൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്ക് സൈഡിലാണ് ഇവിടെ റെസ്റ്റോറൻറ്റ് നേരെ ഇതുമായിട്ട് കണക്റ്റഡാണ്. നടന്ന് കയറി ശരിക്കും ക്ഷീണിച്ചു, നല്ല കയറ്റമുണ്ട് ഇങ്ങോട്ട്. അപ്പം ഇവിടെ നമ്മൾ പൂളിൻ്റെ അവിടെയാണ്, ഇപ്പം പൂൾ സൈഡാണ്. പിന്നെ ഇപ്പം ഈ കോവിഡിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പൂളൊന്നും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പൂളും സ്പായും ഒന്നും ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇവിടെ തന്നെ നിങ്ങൾ കണ്ടു കാണുന്നത് ഇതാ വാച്ച് ടവർ, നമ്മൾ പറഞ്ഞില്ല, ചെറിയൊരു വാച്ച് ടവറുണ്ട്. നല്ല രസമാണ് അവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളും. പിന്നെ നമ്മുടെ ബാക്ക് സൈഡിൽ ഫുൾ അങ്ങോട്ട് തേയിലയാണ്. ഫുള്ള് തേയിലയും അതേപോലെ തന്നെ ഓറഞ്ച് മരങ്ങളുമാണ്. ശരിക്കും ഈ റിസോർട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ തേയിലയുടെ നടുക്കാണ് നമ്മുടെ കോട്ടേജ് കണ്ട അവിടെയാണ്, നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. അതാണ് നമ്മുടെ കോട്ടേജ്. നമ്മൾ അതിനകത്താണ്, തേയിലയുടെ നടുക്കുള്ള കോട്ടേജിലാണ്. അടിപൊളി. അപ്പം നമ്മൾ പൂളിൻ്റെ സൈഡിൽ കൂടെയാണ് ഇപ്പം. പൂളിൻ്റെ കണ്ടു കാണുമല്ലോ എല്ലാവരും. ഇനിയിപ്പം നമ്മൾ നേരെ വാച്ച് ടവറിലേക്ക് കയറാൻ പോവാണ്. വാച്ച് ടവറിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. പക്ഷേ വൈകുന്നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി മഞ്ഞാണ്. അപ്പം നമ്മൾ വാച്ച് ടവറിലോട്ട് കയറുകയാണ്. വാച്ച് ടവറിൽ നിന്നുള്ള ഇതിൻ്റെ ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളി വ്യൂ ആണ് വാച്ച് ടവറിൽ നിന്ന്. ശരിക്കും വൈകുന്നേരമാണെങ്കിൽ കുറേ കൂടെ രസമാണ്. പക്ഷേ വൈകുന്നേരം നമുക്ക് വെട്ടത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല, ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് ഈ സൈഡിലാണ് നമ്മുടെ ബൈസൺ വാലിയും കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ ഈ സൈഡിൽ, ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് മൂന്നാർ വരുന്നത്. മൂന്നാർ ടൗണും കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ നമ്മുടെ ബാക്ക് സൈഡിൽ, ഈ സൈഡിൽ രാജാക്കാട് ഒക്കെയാണ് വരുന്നത്. കണ്ടത് നല്ല അടിപൊളി വ്യൂ അല്ലേ? ഇവിടുന്ന് കണ്ടോ ഈ തേയിലയൊക്കെ കണ്ടോ? നല്ല രസമാണ് ഇവിടുന്ന് കാണാനായിട്ട്.
ഷെൽഫിൽ വെച്ചേക്കുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പം ഇവർക്ക് സ്പൈസ് മൂന്നാർ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, ഓൺലൈൻ കമ്പനിയുണ്ട്. ഇതിനകത്ത് ഇവരുടെ തന്നെ ഇതാണ് പ്രോഡക്ട്സ് ആണ്, സ്പൈസസ് ആണ് മൊത്തം, നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ്. അപ്പം ഇവിടെ നമ്മളിന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇവരിവിടെ നമുക്ക് സെറ്റ് ചെയ്തൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എനിക്ക് പ്രോഡക്റ്റ് ഒക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിവിടെ കൊണ്ടുവന്ന് വെച്ച് തന്നതാണ്. ഇവിടെ വരുന്ന കസ്റ്റമർക്ക് ഇവിടുന്ന് തന്നെ മേടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഇവരുടെ സ്പൈസ് മൂന്നാർ എന്നുള്ള വെബ്സൈറ്റിൽ കയറി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കിത് ഡെലിവറി ചെയ്ത് തരുന്നതാണ്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്, ധൈര്യമായി നിങ്ങൾക്ക് മേടിക്കാം. അപ്പം നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ്. ഇവിടുത്തെ നമ്മുടെ പ്രിയങ്കയാണ് നമ്മുടെ റിസപ്ഷൻ നിൽക്കുന്നത്. പിന്നെ ജെയ്സൺ ഇന്നിപ്പോൾ ഇല്ല, നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുക. അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ അധികം താമസിയാതെ തന്നെ എത്തും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക,